Hi friends, Assalamualaikum. Welcome back to my channel babyskitchen. ഇന്നത്തെ എൻ്റെ റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കേക്കാണ്. കുറച്ച് സമയം എടുത്തുണ്ടാക്കിയാലും ഒരുപാട് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയും കൂടെയാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കുറച്ച് അധികം അളവിൽ ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു കിടിലം ഐറ്റം കൂടെയാണ് ട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് babyskitchen സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് ആദ്യം നമുക്ക് ചിക്കനാണ് ആവശ്യമുള്ളത്. ഈ ചിക്കൻ ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കണം. അതിനുവേണ്ടി എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ ചിക്കൻ്റെ പീസ് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ചിക്കനും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചൊന്ന് ഇതുപോലെ നന്നായിട്ട് പിച്ചി എടുത്തിട്ട് മാറ്റി വെക്കാം. മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം, പക്ഷെ അത്രയ്ക്ക് ടേസ്റ്റ് ഇട്ടില്ല. അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ ചെറുതാക്കിയിട്ട് പിച്ചിയെടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ വെച്ചിട്ട് ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചിക്കൻ പൊരിക്കാൻ എടുത്ത ഓയിൽ തന്നെയാണ് കേട്ടോ ഇതിലും എടുക്കുന്നത്. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 3 സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം സവാളയൊന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഇപ്പം സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ കൂട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മുട്ടയുടെ കൂട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മുട്ടയുടെ മുകളിലേക്ക് ഇതുപോലെ 4 ബ്രെഡ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. മുട്ടയുടെ മിക്സിൽ നിന്ന് ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബ്രെഡിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. മറിച്ചിടുമ്പോൾ ഒന്ന് ബ്രെഡ് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്. ഈ ഭാഗം ഒന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ എല്ലായിടത്തേക്കും ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ചിക്കൻ്റെ മസാലയെ നമുക്കൊന്ന് ഇതുപോലെ എല്ലായിടത്തേക്കും പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും വിതറി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ലെയർ കൂടെ വെച്ച് കൊടുക്കണം. അതിനുവേണ്ടി വീണ്ടും ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ട് 2 മുട്ട കലക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാലയുടെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് ഈ പ്ലെയിൻ മുട്ട പൊരിച്ചത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും എല്ലായിടത്തേക്കും ഇതുപോലെ പരത്തിയെടുക്കാം. ഈ ലെയർ മുട്ടയുടെ മുകളിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത് മാഗിയാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് മാഗി അതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും മാഗിയുടെ മസാലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാഗി റെഡിയായി വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലയും കുറച്ച് കെച്ചപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ എല്ലായിടത്തേക്കും ഒന്ന് പരത്തി കൊടുക്കാം. ചിക്കൻ പൊരിച്ചിട്ട് പിച്ചി മാറ്റി വെച്ചിരുന്ന സമയത്ത് ഞാൻ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ്റെ പീസ് മാറ്റി വെച്ചിരുന്നു. ഇപ്പം ഞാൻ ആ ചിക്കൻ്റെ പീസ് ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക്
അടുത്ത ലെയർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും 3 മുട്ട പൊട്ടിച്ച് കലക്കിയിട്ടുണ്ട്. ഇനി ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് 4 ബ്രെഡ് പീസും വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കും കുറേശ്ശെ മുട്ടയുടെ കൂട്ടൊഴിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ ആയിട്ടുള്ള മാഗിയുടെ മുകളിലേക്കാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്ത് വീണ്ടും നമ്മുടെ ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു ലെയർ കൂടെ വേണം. അതിനു വേണ്ടി വീണ്ടും ഒരു 3 മുട്ട പൊട്ടിച്ചിട്ട് പാനിലേക്ക് ഒഴിച്ച് 4 ബ്രെഡ് പീസും വെച്ച് ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ട് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചിട്ട് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തെടുത്ത് ഒരു ബർത്ത്ഡേ കേക്ക് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇനി ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സിക്കം റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ട് 4 പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ടൊമാറ്റോ പീസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ്റെ ചെറിയ ചെറിയ പീസുകൾ മുകളിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും. അപ്പോൾ നമ്മുടെ ചിക്കൻ കേക്ക് ഞാൻ ഇവിടെ ഒരു ബർത്ത്ഡേ കേക്ക് രൂപത്തിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നല്ല ഹൈറ്റിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 4 ലെയർ ആയിട്ടാണ് ഞാൻ ഈ ഒരു ചിക്കൻ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇതുപോലെ ചിക്കൻ കേക്ക് കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാൻ, കുറച്ച് സമയമെടുത്ത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യം ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റുമാണ്. സ്പെഷ്യലായിട്ടുള്ളൊരു വെറൈറ്റി ഐറ്റം കൂടെയാണ് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഞാനിത് വീണ്ടും പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വയറ് നിറയാനും ഇതുപോലെ ചെറിയൊരു പീസ് കഴിച്ചാൽ തന്നെ മതി. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് മുട്ടയും ബ്രെഡും ചിക്കനും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പീസ് തന്നെ ഒരാൾക്ക് ധാരാളമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ബേബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബേബീസ് കിച്ചൻ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.